നിങ്ങൾ പരക്കെ അറിയപ്പെടുന്നത്, മുഹമ്മദ് ഈസ അറിയപ്പെടുന്നത് ക്രൈസ്തവ മതത്തിലെ വേദഗ്രന്ഥങ്ങളെ വിമർശിക്കുന്ന ഒരാളായിട്ടാണ്. നിങ്ങൾ വിമർശനങ്ങൾ നടത്തുന്നു, അതായത് ബൈബിളിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളുണ്ട്, നിങ്ങൾ ജനങ്ങളോട് പറയുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടല്ല. ഇത്തരത്തിൽ ഞാൻ അഡ്വക്കേറ്റിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്താൻ ഈ ബൈബിളിൽ അല്ലെങ്കിൽ മറ്റു വേദഗ്രന്ഥങ്ങളിൽ, മതവേദഗ്രന്ഥങ്ങളിൽ ഇത്തരം വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് തെളിവോടുകൂടി പറയുവാനുള്ള ഒരു നിയമം അതിന് അനുവദിക്കുന്നുണ്ടോ? അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ഭാഗമാണ്. നമുക്ക് പ്രത്യേക ഒരു വിശ്വാസത്തിനെ കുറിച്ച് വളരെ അതിൻ്റെ കൺവിൻസ്ഡ് ആകുമ്പോൾ താൻ വിശ്വസിച്ച പാരമ്പര്യ മതത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഞാൻ അതിനെ തിരസ്കരിച്ചു, എന്തുകൊണ്ട് ഞാൻ ഇതിനെ സ്വീകരിച്ചു എന്ന ഒരു ലോജിക്കൽ ആ കൺക്ലൂഷൻ എങ്ങനെ എത്തി എന്ന് ബോധ്യപ്പെടുത്തുക, സ്വയം ബോധ്യപ്പെടുത്തുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു മതസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, അതിൽ ക്രിയാത്മകമായ ഒരു ക്രിറ്റിസിസമാണ്, ക്രിയാത്മകമായത്. അതുകൊണ്ട് ചില ആൾക്കാർക്ക് ആ മതത്തെ തന്നെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനെ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ കൂടെ വിലയിരുത്താനും അതേപോലെ തന്നെ ഈ മതത്തെയും അതേ ക്രിട്ടിക്കൽ ആസ്പെക്ട്സ് കൂടെ ഇതിനെയും വിലയിരുത്താനും കിട്ടുന്ന ഒരു അവസരമാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ മറ്റൊരു ഘടകമാണത്, മതസ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി ഭാഗമാണത്. ഡോക്ടർ സാദിഖ്, 1987 ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അത്തരത്തിൽ 1900 അല്ലെങ്കിൽ 80കളിൽ ഇത്തരം ഇന്ന് കാണുന്നത് പോലെയുള്ള മതപ്രബോധനം അല്ലെങ്കിൽ മതതാരതമ്യ പഠനം സജീവമല്ലാത്ത ഒരു കാലമാണ്. എന്തായിരുന്നു അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള നിങ്ങളുടെ പ്രചോദനം? എന്നെ സംബന്ധിച്ച് ഒരു പ്രബോധനത്തിൻ്റെ ഫലമായിട്ടല്ല, മറിച്ച് ഞാൻ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിക്കാലം മുതൽ തന്നെ ദൈവത്തിനെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ പടച്ചവനെ അറിയാനുള്ള ഒരു ആഗ്രഹവും വ്യഗ്രതയും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു. അത് പ്രത്യേകിച്ച് ബഹുദൈവാരാധന നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഉള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് എൻ്റെ മനസ്സിന് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം ഒന്നാണ്, ഏകനാണ് എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്നാൽ ഒരുപാട് ഫിലോസഫികൾ ഈ ബഹുദൈവാരാധന അത് ഏകദൈവമാണെന്ന് സ്ഥാപിക്കാൻ അവരുടെ ഇടയിലുണ്ട്. പക്ഷേ അതെന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഏകദൈവത്തിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ പലതരത്തിലുള്ള ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ചതുർവേദങ്ങളും അങ്ങനെ പല ഗ്രന്ഥങ്ങളും ഞാൻ പഠിക്കാറും അതിൽ അന്വേഷണം നടത്താറുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണം അവിടെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിലുള്ള സാഖ്യയോഗത്തിലുള്ള ചില അർജുനന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, അർജുനൻ്റെ ചില ചോദ്യങ്ങൾക്ക് സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ എന്ന് തുടങ്ങുന്ന ഒരു ഉത്തമ സ്വഭാവം ഗുണങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ പ്രകൃതങ്ങൾ എന്താണെന്നുള്ള അർജുനൻ്റെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന വിശദമായ ചില ഉത്തരങ്ങളുണ്ട്. അതിലൂടെ ആ സിഫത്തുകൾ, ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അന്ന് മുതൽ എൻ്റെ പരിശ്രമം തുടങ്ങി. അതുപോലെ ആത്മാവിനെ പറ്റിയുള്ള നൈനം ഛന്ദതി ശസ്ത്രാണി നൈനം ദഹതി പാവക എന്ന് തുടങ്ങുന്ന റൂഹിനെ പറ്റിയുള്ള, ആത്മാവിനെ പറ്റിയുള്ള ചർച്ചകൾ അതിൽ ധാരാളമായിട്ടുണ്ട്, ആത്മീയതയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാനൊരു കഠിന പരിശ്രമത്തിലായിരുന്നു. അതുപോലെ ഉപനിഷത്തുകളിലൂടെയും പുരാണങ്ങളിലൂടെയും വേദങ്ങളിലൂടെയും പോകുമ്പോൾ ഒരു മനുഷ്യന് ദൈവമായിട്ട് ഏറ്റവും അടുക്കാനുള്ള വഴി അത് ഒരു സർവസംഘ പരിത്യാഗമാണ്. ആ ഒരു പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ കഠിനമായി തീവ്രമായി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരവസ്ഥയിലായിരുന്നു. അതായത് ഭൗതികമായ യാതൊരു ആസ്വാദനങ്ങളും പാടില്ല, നല്ല രുചിപ്രദമായ ഭക്ഷണം കഴിക്കരുത്, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കരുത്, മുടി ചെയ്യരുത്, ചെരുപ്പ് ധരിക്കരുത് എന്നുള്ള കഠിനമായ ഒരു സന്യാസത്തിൻ്റെ പോലെയുള്ള ഒരു വഴിയിലായിരുന്നു ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിനോട് ഞാൻ നിരന്തരം സംവദിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഇതിലും കഠിനമായൊരു വഴി നിൻ്റെ തൃപ്തിക്ക് വേണ്ടി അനുധാവനം ചെയ്യാൻ നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ ഞാനത് എടുക്കാമെന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പടച്ചവൻ എനിക്ക് നേരിട്ട് വഴി കാണിച്ചു തന്നത്, ഇതാണ് യഥാർത്ഥമായ വഴിയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്ന് ഈ രീതിയിൽ ഒരു മാറ്റം എനിക്ക് സാധ്യമായിരുന്നില്ല. അത് ഞാൻ ഉദ്ദേശിച്ചതിലും വളരെ
പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലോ വാസ്തവത്തിൽ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തിരുന്ന ആ പരിത്യാഗത്തിനേക്കാൾ കൂടുതൽ എത്രയോ ലളിതമായതും ഭൗതിക ജീവിതത്തെ ഞാൻ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ ആ കഠിനമായ കാര്യങ്ങളെല്ലാം അതിൽ നിന്നെല്ലാം വലിയൊരു ലിബറൽ ഒരു ജീവിതമാണ് എനിക്ക് ഇസ്ലാം കാഴ്ചവെച്ചത്. പക്ഷേ അതിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ വേണ്ടി വന്നു, അത് സഹിക്കേണ്ടി വന്നു, നേരിടേണ്ടി വന്നു. പിന്നെ ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ തീരുമാനം എന്തായിരുന്നുണ്ടെങ്കിൽ MBBS കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണം എന്നുള്ളൊക്കെ ഉദ്ദേശമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വളരെ ഭൗതികമായ ഒരു എളുപ്പത്തിലേക്കാണ് എനിക്ക് ഈ ഇസ്ലാം എന്നെ എത്തിച്ചിട്ടുള്ളത്. അവിടെ ഒരു ചോദ്യമുണ്ട്. സാധാരണ ലിബറൽ എന്ന് പറഞ്ഞെടുത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ പറയപ്പെടാറുള്ളത് അത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒന്നാണ്, ജീവിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. ഇവിടെ താങ്കൾ വളരെ വ്യത്യസ്തമായി പറയുന്നു, ഇസ്ലാം ഒരു ലിബറൽ അല്ലെങ്കിൽ അത്തരത്തിൽ വിശാലമായ ഒരു ലോകത്തേക്ക് വന്നതുപോലെയാണ് നിങ്ങൾക്ക് തോന്നിയത് എന്ന്. അത് വാസ്തവത്തിൽ മറ്റ് മതത്തിൻ്റെ ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൻ്റെ ആളുകൾ ആ മതത്തെ സ്വന്തം ജീവിതത്തേക്ക് പകർത്താൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അവർക്ക് അതിലുള്ള കാഠിന്യം മനസ്സിലാവാത്തത്. കാരണം ദൈവസാമീപ്യത്തിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യണം, എല്ലാം പരിത്യജിക്കണമെന്ന് പറയുന്ന ഒരു നല്ല ഭക്ഷണം, ഒരു ടേസ്റ്റുള്ള ഭക്ഷണം പോലും കഴിക്കാതെ, ഞാൻ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു, അതിൽ തന്നെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു ഭക്ഷണം ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാൽ ഇതിലേത് ഭക്ഷണവും അള്ളാഹു അനുവദനീയമാക്കിയിരിക്കുന്ന ഭക്ഷണങ്ങൾ പന്നിമാംസം ഒഴികെ ബാക്കി എല്ലാം മനുഷ്യന് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വൈവാഹിക ജീവിതം അത് മനുഷ്യന് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഡീസൻ്റായിട്ട് നടക്കാം, ഇതെല്ലാം മനുഷ്യൻ അനുവദിച്ചതാണ്. നേരെ മറിച്ച് പരിത്യാഗത്തിൻ്റെ മാർഗത്തിൽ ഇതൊന്നും പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഹിന്ദു സമുദായം ആ രീതിയിൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴി അന്വേഷിക്കാത്തത് കൊണ്ടും ആ രീതിയിൽ അവരുടെ മതത്തിനെ സ്വന്തം പഠിക്കാത്തത് കൊണ്ടും സ്വന്തം ജീവിതത്തെ അനുധാവനം ചെയ്യാത്തത് കൊണ്ടും അവർക്കത് ലിബറലായിട്ട് തോന്നുകയാണ്. പക്ഷേ പടച്ചവൻ അനുവദിച്ചു എന്ന ലിബറലിസം വാസ്തവത്തിൽ ഇസ്ലാമിലാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്.